ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈം ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഹാജരായി. താരങ്ങൾക്ക് പുറമെ മോഡൽ സൗമ്യയും എക്സൈസ് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. അതേസമയം ചോദ്യം ചെയ്യലിൽ ഹാജരായപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനും നടന്മാർ തയ്യാറായില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, 2 കോടിയിലധികം വരുന്ന കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവിന്റെ കേസാണ്. ഇതിലാണ് ചോദ്യം ചെയ്യൽ. എന്തൊക്കെയാണ് ഇവർ ഹാജരാകുമ്പോൾ? ജിംഷാദ്, ആലപ്പുഴ ഏതാണ്ട് 2 ആഴ്ച മുൻപാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. അതിനുശേഷം ആദ്യം തന്നെ സിനിമാ മേഖലയിലുള്ള 2 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. അത്തരത്തിൽ എക്സൈസ് ആദ്യഘട്ടം മുതൽ തന്നെ ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷം കൂടുതൽ ആളുകളിലേക്ക് തെളിവുകൾ ശേഖരിക്കാനും മറ്റും എക്സൈസ് നീങ്ങിയായിരുന്നു. ഇതിനെ തുടർന്നാണ് 3 പേർ ആദ്യഘട്ടത്തിൽ പോലും എക്സൈസിൻ്റെ പിടിയിലായത്. ഈ പിടിയിലായ 3 പേരെയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ നിന്നും ശ്രീനാഥ് ഭാസിയുടേതും അതോടൊപ്പം തന്നെ ഷൈൻ ടോമിൻ്റെയും ഒക്കെ തന്നെ പേരുകൾ എക്സൈസിന് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം ഇവരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് 3 പേരും ആലപ്പുഴ എക്സൈസ് ഓഫീസിലെത്തി. ഷൈൻ ടോം ചാക്കോയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും പിന്നെ ഒരു മോഡൽ. ഈ മോഡൽ സിനിമാ മേഖലയിൽ ഇത്തരക്കാരുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. തസ്ലിമയായിട്ട് വളരെ അടുപ്പമാണ്. ഷൈൻ ടോമും അതോടൊപ്പം തന്നെ ശ്രീനാഥുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യുന്നതിന് മുൻപായിട്ട് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. നിലവിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എക്സൈസിനോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ലഹരി വിമോചന കേന്ദ്രത്തിൽ നിന്നാണ് താൻ വരുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് ചില ഇളവുകൾ വേണം, 1 മണിക്കൂറിൽ മടങ്ങിപ്പോകണം, ഇത്തരം ആവശ്യങ്ങൾ വെച്ചു. പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അശോക് കുമാർ പറയുന്നത്. അദ്ദേഹം അല്പസമയം മുൻപ് വന്നു. ഇപ്പോൾ 3 പേരെയും ചോദ്യം ചെയ്യും. അതിനുശേഷം വ്യത്യസ്തമായിട്ട് ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. ഇത്തരത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ഇവരുടെ ബന്ധങ്ങൾ എക്സൈസിന് അറിയേണ്ടതായിട്ടുണ്ട്. എക്സൈസിന്റെ ലക്ഷ്യം ഷാജി ഉറവിടം കണ്ടെത്തുകയാണ്, അതിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിന് പ്രധാന ലക്ഷ്യം സിനിമയിലടക്കം ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ആരാണ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണ്, ഇതാണ് എക്സൈസിൻ്റെ പ്രധാനമായ നോട്ടം. എക്സൈസ് കമ്മീഷണറുടെ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിലൊന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ ഷാജിയിലേക്ക് തിരിച്ചെത്താം. എക്സൈസ് കമ്മീഷണർ അതൊക്കെ അന്വേഷണത്തിന് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അല്ല, കക്ഷി എന്ത് ആവശ്യപ്പെട്ടാലും അതിൻ്റെ നിയമപരമായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അത് ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് കക്ഷിക്ക് ആവശ്യപ്പെടാനുള്ള ഇതുണ്ടല്ലോ. പക്ഷേ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. അതിപ്പം പറയാൻ കഴിയില്ല. എത്ര സമയം കാണും എന്നുള്ളത് പറയാൻ കഴിയില്ല. തീർച്ചയായും ഷാജി, എക്സൈസ് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പൂർണ്ണമായും പറയാനാകില്ല. സ്വാഭാവികമാണ്. ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ അഭിഭാഷകരുമായാണോ ഇരുവരും ഹാജരായത്, ഈ നടന്മാർ? ജിംഷാദ്, ഷൈൻ ടോം ചാക്കോ അഭിഭാഷകനുമായിട്ടാണ് ഹാജരായത്. അതോടൊപ്പം ശ്രീനാഥ് ഭാസിയും അതോടൊപ്പം തന്നെ മോഡലായിട്ടുള്ള സൗമ്യയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ഹാജരായിട്ടുള്ളത്. ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു ഉപദേശമായിരിക്കാം ഇത്തരത്തിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസിനോട് പറഞ്ഞു. എന്തായാലും ഈ കേസിൽ ഇവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് എക്സൈസിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യം. അതിനുള്ള സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ എക്സൈസിൻ്റെ പക്കലുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ഇന്ന് പുരോഗമിക്കുക. അല്പസമയം മുൻപ് ചോദ്യം ചെയ്യൽ നടന്നു. പൂർണ്ണമായിട്ടും ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും ഇവരെ ഇന്ന് മടക്കി വിടുകയുള്ളൂ. അത് മാത്രമല്ല, ഈ കേസിൽ ഇവരുടെ പങ്ക് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ചിലപ്പം ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അത്ര അടുപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഹൈബ്രിഡ് കഞ്ചാവിൽ അവർക്ക് കൂടുതൽ പങ്കാളിത്തമുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്കും പോകുമെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ എക്സൈസിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഉറവിടം കണ്ടെത്തുക തന്നെയാണ്. അത് കേരളത്തിലാകമാനം ആ രീതിയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള നിരോധിത ലഹരിയുടെ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു അപവാദമല്ല ഇതും. തീർച്ചയായും എക്സൈസിന് മുമ്പിൽ ഇനിയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായും എക്സൈസ് അല്ലെങ്കിൽ പോലീസ് ലക്ഷ്യം വെക്കുന്ന ഏതൊക്കെ തരത്തിലാണ്?
തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കേരളം ഒന്നാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ഇതിൽ ആദ്യം തന്നെ എക്സൈസിന് പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു, അവരെ പിടികൂടാൻ സാധിച്ചു. രണ്ടാമത് തസ്ലിമയുടെ ഭർത്താവായിട്ടുള്ള സുൽത്താനെ ഒളി സങ്കേതത്തിൽ പോയി അവിടുത്തെ പോലീസിൻ്റെ, അതായത് മറ്റൊരു സംസ്ഥാനത്തിൽ പോയിട്ട് അവിടുത്തെ പോലീസിൻ്റെ സഹായം പോലും ഇല്ലാതെ ഒരു വളരെ അതിസാഹസികമായിട്ട് അവിടെ നിന്നും അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചു. ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. എക്സൈസിൻ്റെ മുന്നിലുള്ള ചോദ്യം, സിനിമാ മേഖലയിൽ ഇവരുടെ പങ്കാളിത്തം എന്താണ്, ഇവർ ഏത് തരത്തിലാണ്, ഇത് ഉപയോഗിക്കുന്നവർ മാത്രമാണോ, ഇത് വിതരണം ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ സിനിമാ മേഖല ഇത് കൂടുതൽ വിതരണം ചെയ്യുന്നവരാണ്. തസ്ലിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമാ മേഖലയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അവർ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ കച്ചവടം നടത്തുകയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സൈസിന് കൃത്യമായിട്ട് അറിയാനുള്ളത്. അത്തരം ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത 3 പേരെയും ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഇന്ന് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എക്സൈസ് പോവുകയുള്ളൂ. എന്തായാലും എക്സൈസ് സൂചിപ്പിച്ചിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കും. ഇതിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. കൃത്യമായ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസുമായിട്ട് ഇനി മുൻപോട്ട് പോകുക. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് തെളിവെടുപ്പിനും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനുമൊക്കെ ശേഷം ഈ 3 പേരെയും ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും തുടർന്നും ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവർ പുറത്തിറങ്ങുന്ന ഘട്ടത്തിലടക്കം നമുക്ക് ഇതിലേക്ക് പോകാം. ഷാജിയിലേക്ക് തന്നെ തിരികെ എത്താം.